IITയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളൊന്ന് എംപ്ലോയബിലിറ്റി സ്കില്ലിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കോമൺ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് നമ്മൾ എല്ലാ സമയങ്ങളിലും യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ എല്ലാ സമയത്തും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കുറച്ച് കോമൺ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആൻസറിങ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കോമൺ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ്, നമ്മൾ പല രീതിയിലുള്ള ജോബ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ നമ്മൾ കയറുന്ന സമയത്ത്, അല്ലെങ്കിൽ അഡ്മിഷൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി, എല്ലാ സമയങ്ങളിലും നമുക്ക് നമ്മൾക്ക് ചോദിക്കാവുന്ന, അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് ചോദിക്കാവുന്ന ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം. അതുപോലെ തന്നെ അതിൻ്റെ ആൻസറും നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ ആ ചോദ്യം ചോദിക്കുക, അതുപോലെ തന്നെ അതിൻ്റെ ആൻസർ നമ്മൾ കണ്ടെത്തുക. ഈ രണ്ട് സംഗതികളാണ് നമ്മളിപ്പോൾ എംപ്ലോയബിലിറ്റി സ്കില്ലിനകത്ത് കോമൺ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതിൽ നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ, ഹൗ ക്യാൻ ഐ ഈസിലി കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ്? എങ്ങനെയാണ് ഒരു ഇംഗ്ലീഷ് നമ്മൾ ഈസിലി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? ഹൗ ടു ഡെവലപ്പ് ഗുഡ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ? എങ്ങനെയാണ് നമ്മളൊരു നല്ല രീതിയിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി മെച്യൂരിറ്റി രീതിയിൽ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? ഏതൊരു വ്യക്തി ഇംഗ്ലീഷ് ഫസ്റ്റ് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന രീതി എന്ന് പറയുന്നത് ലോ റേഞ്ചിലായിരിക്കും. ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മളിപ്പോഴും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഒരു കുറച്ച് വാക്കുകൾ കിട്ടുമ്പോഴോ, അല്ലെങ്കിൽ ഇംഗ്ലീഷിനെ കുറിച്ചിട്ടൊരു പാരഗ്രാഫ് നമ്മൾ പറയുമ്പോഴോ, അല്ലെങ്കിൽ ഒരു സ്റ്റോറി വായിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഈവൻ ഒരു ബോർഡ് വായിക്കുകയാണെങ്കിലോ, നോട്ടീസ് വായിക്കുകയാണെങ്കിലോ, എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ, സ്ലോ ഡൗൺ എന്നാണ്. പതുക്കെ റീഡ് ചെയ്യുക, അല്ലെങ്കിൽ പതുക്കെ നമ്മളത് ക്യാപ്ചർ ചെയ്യുക. സ്ലോ ഡൗൺ, ഡോണ്ട് എക്സ്പെക്ട് ടു ബി ഏബിൾ ടു സ്പീക്ക് ആസ് ക്വിക്ക്ലി ഇൻ എ ഫോറിൻ ലാംഗ്വേജസ് ആസ് യു ക്യാൻ ഇൻ യുവർ മദർ ടങ്. നമ്മളെ മാതൃഭാഷ സംസാരിക്കുന്ന പോലെ വളരെ ഫാസ്റ്റായിട്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്ക് കഴിയില്ല. ബേസിക് സ്റ്റേജിൽ, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരാൾക്ക്, ദ ബിഗിനേഴ്സ് സ്റ്റാർട്ടിങ് ഓൺലി ജസ്റ്റ് സ്ലോ ഡൗൺ ആണ്. അതായത് ഒരു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു വ്യക്തി, അവർ തുടങ്ങുന്നത് എന്താണ്? സ്ലോ ഡൗണിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ സംഗതി തുടങ്ങുന്നത്. Then learn sentence instance words. When you learn a new words in English, take a couple of minutes to memorize some sentence that contain it. Listen to another, ask questions, body languages. നമ്മളൊരു സെൻറ്റൻസ് വായിക്കുന്ന സമയത്ത് ആ വേർഡ്സ്, അതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്ന വേർഡ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ക്യാപ്ചർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റെക്കോർഡിക്കലി ആക്കേണ്ടത്. ദെൻ അതുപോലെ തന്നെ ലിസൺ. ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും അത് വളരെ ശ്രദ്ധപൂർവം എന്ത് ചെയ്യണം, അത് കേൾക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആസ്ക് എനി ക്വസ്റ്റ്യൻസ് ഓർ ആസ്ക് ക്വസ്റ്റ്യൻസ്, എന്തെങ്കിലും ചോദ്യങ്ങൾ നമുക്ക് അവരോട് ചോദിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ പറയാൻ പറ്റുകയുള്ളൂ. ദെൻ അതേപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ബോഡി ലാംഗ്വേജസ് എന്ന് പറയുന്നത്, നമ്മൾ ഈവൻ ഒരു മദർ ടങ് സംസാരിക്കുന്ന രീതിയിൽ, ഐ മീൻ ഒരു മലയാളം സംസാരിക്കുന്ന രീതിയിൽ വളരെ ഫാസ്റ്റ് ആയിട്ടൊന്നും ഫസ്റ്റ് വൺ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു ബോഡി ലാംഗ്വേജസ് ഉണ്ട്, നമുക്ക് അറിയാൻ അല്ലെങ്കിൽ അറിഞ്ഞ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ്, അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ആ കോൺഫിഡൻസ് കൂടി വരണം. എങ്ങനെയാണ് ഈ കോൺഫിഡൻസ് കൂടുന്നത്? നമുക്ക് അതിൻ്റെ ആ മീൻസ് ഈ ലാംഗ്വേജ് എന്ന് പറയുന്ന കാര്യം ഫ്ലുവൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് ലെവൽ കുറച്ചുകൂടി കൂടി കിട്ടും. സോ ഹൗ ടു ഡെവലപ്പ് ഗുഡ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ? ഫസ്റ്റ് വൺ, സ്ലോ ഡൗൺ. Don't expect to be able to speak as quickly. Then listen others, ask questions, and body languages also. Second one, what is communication English? What is communication English languages? Communication is simply that fact of transferring information from one person or group to another. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയവിനിമയമാണ്. ഈ ആശയവിനിമയം നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്, ആശയവിനിമയം നടത്തുന്നത് ഈസ് എ സിംപ്ലി ദ ആക്ട് ഓഫ് ട്രാൻസ്ഫറിങ് information
from one place, person or other group എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു സ്ഥലത്തിൽ നിന്ന് ഒരു വ്യക്തികൾക്കാവാം, ഒരു ആളിനാവാം, അല്ലെങ്കിൽ ഒരു വ്യക്തിക്കാവാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ ഇവരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രാൻസ്ഫർ ഇൻഫർമേഷൻ ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് എന്നാണ്. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്കാണ്. ഇൻ വെൽ ഫാക്ട് ലെസ് ദെൻ സെൻഡർ മെസ്സേജ് ആൻഡ് റെസ്പെക്ട്സ് receipts. This is may sound symbols, but communication is actually a very complex subject. Communication എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് സബ്ജക്റ്റ് ആണ്. ആ സബ്ജക്റ്റ് നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ദിസ് മേ സൗണ്ട്സ് സിമ്പിൾസ് ആയിരിക്കും. കുറച്ച് സൗണ്ടുകളും കാര്യങ്ങളൊക്കെ കേട്ടിട്ടായിരിക്കും നമുക്ക് എന്ത് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജുകളായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കമ്മ്യൂണിക്കേഷൻസ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ എത്തുന്ന സമയത്തും അവിടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ട രീതിയും വ്യത്യസ്തം വരുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ഒരു ടെമ്പിൾസിൽ, ഒരു അമ്പലത്തിൽ പോയി കഴിയുകയാണെങ്കിൽ അവിടെ സംസാരിക്കുന്ന രീതി നമ്മൾ സാധാരണ ഒരു വ്യക്തിയെ കാണുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരാളെ കാണുന്ന സമയത്തോ സംസാരിക്കുന്ന രീതി അവിടെ ചിലപ്പോൾ മേ ബി സിമ്പിളുകളായിരിക്കും, അല്ലെ? ചില ജസ്റ്റ് ആംഗ്യ ഭാഷകളായിരിക്കും, അല്ലെങ്കിൽ മെസ്സേജസ്, എന്തെങ്കിലും മെസ്സേജുകൾ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക പറഞ്ഞു കൊടുക്കുന്നത്. അല്ലെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കാറുണ്ട്. പക്ഷെ അവിടുത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തല്ല, ഒരിക്കലും ഒരു ഹാളിൽ സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ സംസാരിക്കുന്ന രീതിയിലൊന്നും അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സംസാരിക്കില്ല. സോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദെൻ ഓപ്പോസിറ്റ് വേർഡ്സ്. ഈ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കാന്നുള്ളത് സമയത്ത് നമ്മൾ ഒരുപാട് വേർഡുകൾ നമ്മൾ ക്യാപ്ചർ ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് വേർഡുകൾ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടെൻസുകൾ, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വേർഡ്സുകൾ. മിനിമം നമ്മുടെ കയ്യിൽ അറിയുന്ന ഒരുപാട് ഓപ്പോസിറ്റ് വേർഡ്സുകൾ ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ഇൻസൈഡിന്റെ ഓപ്പോസിറ്റ് ആണ് ഔട്ട്സൈഡ് ആയിട്ട്. അതുപോലെ തന്നെ നമ്മൾ പിന്നെന്താ പറയുക, ലൈഫിന്റെ ഓപ്പോസിറ്റ് വേർഡ്സ് എന്ന് പറയുന്നത് എന്താണ്? അതുപോലെ തന്നെ ലൈറ്റിന്റെ ഓപ്പോസിറ്റ് വേർഡ്സ് എന്താണ്? പവർഫുൾ വേർഡ്സ് എന്താണ്? ഇവിടെ ഒരുപാട് ഓപ്പോസിറ്റ് വേർഡ്സുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് വേർഡ്സുകൾ മസ്റ്റ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും മനസ്സിലാക്കണം, അല്ലെങ്കിൽ അത് പഠിക്കണം. അപ്പോഴേ നമുക്ക് കമ്മ്യൂണിക്കേഷൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു വേർഡ് കിട്ടിയില്ലെങ്കിൽ അടുത്ത വേർഡിൽ നമുക്ക് എന്ത് ചെയ്യണം, അത് ക്യാപ്ചർ ചെയ്ത് ആ വേർഡ് നമ്മൾ സ്പീക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ ആ ഓപ്പോസിറ്റ് വേർഡ്സുകൾ മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ രണ്ടാമത് ടെൻസുകൾ. നമ്മൾ പറഞ്ഞ കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ മീൻസ് നമ്മളെ എയിം എന്ന് പറയുന്നത് കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. ഈ കോമൺ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴും നമ്മുടെ കയ്യിൽ ഓപ്പോസിറ്റ് വേർഡ്സുകൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് മെനി വേർഡ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ദെൻ അതേപോലെ തന്നെ എന്ത് വേണം, ടെൻസുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. സിമ്പിൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് സിമ്പിൾ ടെൻസുകൾ, അതുപോലെ തന്നെ കണ്ടിന്യൂസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുകൾ. ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും. പാസ്റ്റ് എന്താണ്, പ്രസന്റ് എന്താണ്, ഫ്യൂച്ചർ എന്ത് ടെൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അതും കൂടി നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം. ഐ സ്റ്റഡി ഇംഗ്ലീഷ് എസ്റ്റർഡേ. ഞാൻ ഇന്നലെ അല്ലേ, ഐ സ്റ്റഡി ഇംഗ്ലീഷ്, ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ്. ഞാൻ പഠിച്ചു, ഇന്നലെ ഞാൻ പഠിച്ചു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പഠിക്കും, അല്ലെ? അപ്പോൾ അങ്ങനെ I was studying English, I am studying English, I will be studying English. Okay, I continuous tense-ലേക്ക് വന്നു കഴിഞ്ഞാൽ അത് മാറി. Perfect tense-ലേക്ക് വന്ന് I had studied English, I have studied English, I will have studied English. Then perfect continuous tense-ലേക്ക് വന്നാൽ I had been studying English, I have been studying English, I will have been studying English. അപ്പൊ ഞാൻ എന്താണിത്, നമ്മളൊരു ടെൻസ് ആണ്. അപ്പൊ എപ്പോഴും നമ്മൾ കോമൺ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് മസ്റ്റ് ആയിട്ട് അറിയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെൻസും കൂടിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അറിയേണ്ടത്. സോ ഇതിനകത്ത് കുറച്ച് കോമൺ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഐ മീൻ കോമൺ ഇംഗ്ലീഷ് ആയിട്ട് സംസാരിക്കാൻ വരുന്ന സമയത്ത് കുറച്ച് ടെൻസുകൾ, പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ടെൻസുകൾ ഇതിനകത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് റീഡ് ചെയ്യുക. ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ടെൻസുകൾ മാക്സിമം എന്ത് ചെയ്യുക, നമ്മൾ ക്യാപ്ചർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ റീഡ് ചെയ്ത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ദെൻ സോ നമ്മൾ പോയിന്റിലേക്ക് വരികയാണ്. ആൻസർ ടു കോമൺ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ്. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചോദിക്കാവുന്ന കുറച്ച് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഫാസ്റ്റ് ആയിട്ട് ഒന്ന് റീഡ് ചെയ്ത് പോവാം. അതിന്റെ ആൻസർ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വാട്ട് ഇസ് യുവർ നെയിം, വെർ ആർ യു ഫ്രം, വെർ ഡു യു live, ഹൗ ഓൾഡ് ആർ യു, വെൻ ഈസ് യുവർ ബർത്ത്ഡേ, വാട്ട് ഈസ് യുവർ ഫോൺ നമ്പർ, then what do you do, what is your job, what line work are you in, what company do you work for, what religion are you, what is your marital status, are you married,
Do you have a boyfriend or girlfriend? Then how many children do you have? Then do you have any sibling? How do you live with? What time do you get up? When do you do morning experience? What time do you have breakfast? What's your hobbies? What's your favorite food? What is your favorite color? What's your favorite drink? What kinds of films do you like? Did you like the movies? Where do you study? What time do you go to school? How do you get to school? What is your major? Why do you study English? Why are you studying English? What do you want to do after your graduation? How did you learn English? How many languages do you speak? Can you speak English? How long you have learned English? Which grade are you in? Which year are you in? Do you have any exams coming up? What's your favorite subject? Okay, so totally I think ഒരു 30 questions 30 above 30. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് നമ്മളൊരു കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാ സൈഡിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിലാണെങ്കിലും ശരി, നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്താണെങ്കിലും ശരി ഒക്കെ ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളാണിത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് എന്ത് ആൻസർ കൊടുക്കാം, അതാണ് ഇതിന്റെ ആൻസർ. ഇതിന് നേരെ താഴെ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ട് ഇതിനകത്ത് ഓരോ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എന്തായിരിക്കും വരിക എന്നുള്ളത് ഇതിന്റെ താഴെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 30 ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ 30 ക്വസ്റ്റ്യൻസിന്റെ മുകളിൽ ഇതിനകത്തുണ്ട്. ആ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, അതിന്റെ ആൻസർ എന്തായിരിക്കും നമ്മൾ പറയാന്നുള്ളത്. അപ്പൊ എപ്പോഴും അടുത്ത പ്രാവശ്യം ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പറയാനോ കഴിയണം. അതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ ഒരു ക്ലാസ് നമ്മൾ കോമൺ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ടോപ്പിക് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു ആള് എന്ത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും ആ ചോദ്യത്തിനുള്ള ഒരു പ്രോപ്പർ മറുപടി എന്ന് പറയുന്ന സംഗതി നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവണം ഇത് എന്താണ് ഇയാൾ ചോദിക്കുന്നത്. അപ്പോൾ അത് ഒരു കോമൺ ഒരു സാധാരണ രീതിയിൽ നമ്മളൊരു ഇന്റർവ്യൂലാണെങ്കിലും ശരി, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഓഫീസ് ആണെങ്കിലും ശരി, നമ്മൾ ചോദിക്കാവുന്ന ചോദ്യത്തിന്റെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ അതിന്റെ നേരെ ആൻസർ അതിന്റെ നേരെ താഴെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനകത്തുള്ള ആൻസറും കറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. ഓരോ ക്വസ്റ്റ്യൻസും വായിച്ചു നോക്കുക. വാട്ട് ഇസ് യുവർ നെയിം? പല രീതിയിൽ നമുക്ക് അതിന്റെ ആൻസർ പറയാം. അതാണ് അതിൽ വേറൊരു സംഭവം. ഫോർ എക്സാമ്പിൾ വാട്ട് ഇസ് യുവർ നെയിം എന്ന് ചോദിക്കുമ്പോൾ മൈ നെയിം ഇസ് നിമേഷ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ആം നിമേഷ് എന്ന് പറയാം, അല്ലെ? അപ്പോൾ ആ രീതിയിൽ അപ്പൊ രണ്ട് രീതിയിൽ നമുക്കത് ആൻസർ കൊടുക്കാൻ കഴിയും. അപ്പൊ ചില സമയങ്ങളിലൊക്കെ ചിലപ്പോൾ ആൻസർ ആയിരിക്കും തരും, ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാക്കേണ്ടി വരിക. അപ്പോൾ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ വരാം. ഓപ്പോസിറ്റ് ഇംഗ്ലീഷ് കോമൺ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാറുണ്ട്, എക്സാമിനോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പൊ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രം വായിച്ചു പോയിട്ടോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ റെക്കോർഡിക്കലി എഴുതിയിട്ടൊന്നും കാര്യമില്ല. ദെൻ ആൻസറും കൂടി അതിന്റെ ആൻസർ ഇന്നതാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. എക്സാമ്പിൾ ഹൗ ഓൾഡ് ആർ യു? എക്സാമ്പിൾ ഐ ആം ഇൻ 28, സോ ഐ ആം ഇൻ 26 ഇയർ ഓൾഡ്, അങ്ങനെ പറയാറുണ്ട്. അപ്പൊ രണ്ട് ആൻസേഴ്സ് ആണ്. അപ്പൊ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.